ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആസ്പിറൻസ് എന്താണ് സാധാരണ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സബ്ജക്ട്സ് ആദ്യം നോക്കും. എന്തൊക്കെയാണുള്ളത്? ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, IT ആൻഡ് കമ്പ്യൂട്ടർ, ഇത് 2 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, അതുപോലെ തന്നെ ഇത് റിവൈസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിലാണ് കിടക്കുന്നത്, ഏത് രീതിയിൽ പഠിക്കണം? ഇപ്പോൾ ഇതിൽ നമ്മൾ സോഴ്സസ് പറയാം, എത്ര പുസ്തകം ഹിസ്റ്ററിക്ക് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, എത്ര ഗൈഡ് ഉണ്ട്, ആസ് സച്ച് ഇത്രയും സബ്ജക്ട്സിന് നമ്മൾ എത്ര ഗൈഡ് നോക്കുന്നുണ്ട്, ഏതൊക്കെ സോഴ്സസ് നോക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മിനിമം 3 ഗൈഡ് ഉണ്ടെന്ന് വെച്ചോ, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഇത് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ 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 അധികം ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ പഠിച്ചു തീർക്കുന്നവർക്ക് ഇത് റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ടോ? അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സോഴ്സസ് ലിമിറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും നമ്മൾ ഒരു സോഴ്സിലേക്ക് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് റിവിഷന് സമയം കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. കാരണം പഠിച്ചത് തലയിൽ നിൽക്കണ്ടേ, ഇല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് കാര്യമില്ല. നമ്മളൊരു തവണ വായിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്താണ് പറ്റുന്നത്? കോൺസെപ്ഷണൽ ക്ലാരിറ്റി നമുക്കില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ അങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ വായിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നറിയില്ല എന്ന അവസ്ഥ വരും. പിന്നെ ഇത്രയധികം സബ്ജക്ട്സിൻ്റെ മൂന്നാമത്തെ കാര്യം, ഇപ്പം ഗൈഡ് അല്ലെങ്കിൽ സോഴ്സസ് ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ലിമിറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ കൂട്ടണം എന്ന് പറഞ്ഞു. റിവിഷൻ നമ്പർ ഓഫ് റിവിഷൻ എത്ര കൂടുന്നോ അത്രയധികം കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി വരും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ മാർക്കിൻ്റെ വെയിറ്റേജ് വെച്ച് പഠിക്കാനുള്ള മാനസികാവസ്ഥ, മാർക്കിൻ്റെ വെയിറ്റേജിനനുസരിച്ച് പഠിത്തം പ്ലാൻ ചെയ്യുക. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഫോക്കസ് ഓൺ എവറിത്തിങ്, ഫോക്കസ് ഓൺ എവറി സബ്ജക്റ്റ്. എല്ലാത്തിലും ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തിരിക്കണം, പഠിത്തം ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാനത്തേത് ഫോക്കസ് ഓൺ വീക്ക് സബ്ജക്ട്സ്. വീക്ക് സബ്ജക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചില സമയത്ത് നമുക്ക് എക്കണോമിക്സ് തീരെ അറിയുണ്ടാവില്ല. എല്ലാ തവണവും എക്കണോമിക്സും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസും ഫോർമുലയും, ഇപ്പോൾ എന്താണ് GDP എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ വിടും, അല്ലെങ്കിൽ എന്താണ് GVA ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വിടും. അങ്ങനെയുള്ള കേസസ് ഒഴിവാക്കി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആ വീക്കർ സെക്ഷൻ പഠിക്കുക, വീക്കായിട്ടുള്ള സെക്ഷൻ പഠിക്കുക. ഇപ്പം ചിലതിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് റിവൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ചിലതിന് കോൺസെപ്റ്റ് തന്നെ ബിൽഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഏത് മെയിൻ സ്ട്രീം സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൽ വീക്കറായിട്ടുള്ള സെക്ഷൻ ഏതാണോ അത് കൺസിഡർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആസ് എ ബേസ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ലെവലിൽ കോൺഫിഡൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.